പാലക്കാട് നിന്നുള്ള നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയും അതിനിടയിലുള്ള പോത്തുണ്ടി ഡാമും പിന്നെ നെല്ലിയാമ്പതി ടോപ്പിലെത്തിയിട്ടുള്ള വ്യൂ പോയിൻറ്റും അങ്ങനെ അടിപൊളി കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പോത്തുണ്ടി ഡാമിലാണ്. അപ്പോൾ ഇവിടം വരെ എത്തിയ കാഴ്ചകളും എല്ലാം കൂടി ആയിട്ട് അടിപൊളി വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണാം. സമയം ഇപ്പോൾ രാവിലെ 6:30 ആയി. ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മളെ നെല്ലിയാമ്പതിക്കുള്ള ചെക്ക് പോസ്റ്റിൻ്റെ കുറച്ച് ഇപ്പുറത്താണ്. ഇവിടെയാണ് പോത്തുണ്ടി ഡാം, അതിൻ്റെ പരിസരത്താണ് ഞാനുള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, ഡാമിൻ്റെ ഒരു ഭാഗത്ത് ഇവിടുന്ന് കാണാം. ഇനി നേരെ പോയിട്ട് അവിടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ അവിടെ ഡീറ്റെയിൽ ആക്കി കൊടുത്തതിന് ശേഷമാണ് നമുക്ക് എൻട്രി. 20 കിലോമീറ്ററോളം ഉണ്ട് നെല്ലിയാമ്പതിക്ക് എന്നാണ് പറഞ്ഞത്. ഏതായാലും ഇനി നമുക്ക് പോകുന്ന പോക്കിലുള്ള കാഴ്ചകൾ കാണാം. ചെക്കന്മാർ കൂടെ കാണാം. രാവിലെ 6 മണിക്ക് ഞങ്ങൾ നെന്മാറയാണ് ഞങ്ങൾ സ്റ്റേ എടുത്തിരുന്നത്. അതിന് നോർമൽ ലോഡ്ജാണ്. ഞങ്ങൾ സൈലൻറ്റ് വാലിയിൽ നിന്ന് നേരെ നെല്ലിയാമ്പതി റൂട്ടിനോട്ട് പോന്നിട്ട് നെന്മാറയിൽ ഞങ്ങൾ റൂം എടുത്തു. അപ്പോൾ അവിടുന്ന് ഫുഡൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് ചെറിയൊരു ചായപ്പെട്ടി ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം മുകളിലേക്ക് കയറാമെന്ന് എഴുതിയിട്ട് ഇവിടെ അങ്ങനെ സൈഡാക്കിയത്. അപ്പോൾ ഇതാണ് ചെക്ക് പോസ്റ്റ്. നമുക്ക് ബോർഡിൽ കണ്ട പോലെ 2 മണിക്ക് ശേഷം മുകളിലേക്ക് വണ്ടി കടത്തി വിടില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ രാവിലെ വന്നത്, രാവിലത്തെ കാഴ്ചകൾ അടിപൊളിയാണെന്നുള്ള ഒരു വിവരം കിട്ടിയതിനനുസരിച്ചാണ് നമ്മൾ നേരത്തെ എത്തിയത്. 2 മണി വരെ ഇവിടെ മുകളിലേക്ക് പോകാനുള്ള അനുമതിയുള്ളൂ. 2 മണിക്ക് ശേഷം മുകളിലേക്ക് വണ്ടി കടത്തി വിടില്ല. അപ്പോൾ ഈ കണ്ടതാണ് പോത്തുണ്ടി ഡാം. പക്ഷേ ഇപ്പോൾ ഗേറ്റൊന്നും ഓപ്പണല്ല. ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഗേറ്റ് ഓപ്പൺ ആണെങ്കിൽ കയറാമെന്ന് കരുതിയിട്ട് പോവാണ്. ഏതായാലും ഇനി ഇവിടെ അധികം നിൽക്കാതെ നമ്മൾ മുകളിലേക്ക് പോവാം. കാഴ്ചകളൊക്കെ കിടക്കുന്നത് അവിടെയാണെന്നാണ് പറഞ്ഞത്. പോയി നോക്കാം. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി. അതിൻ്റെ ഇടയിൽ നല്ലൊരു വ്യൂ പോയിൻറ്റുമായിട്ട് സ്ഥലം കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്, പിന്നെ ഈ പാലും ഒക്കെ അടിപൊളി കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ്.
പുറത്തുള്ള വ്യൂ കണ്ടില്ലേ. അപ്പോൾ 22 കിലോമീറ്റർ ഉള്ള ഈ യാത്രക്കിടയിൽ ഇതുപോലത്തെ വ്യൂകളാണ് ഇവിടെ നിന്നുള്ളത്. ആ ഡാമിൻ്റെയും ചുറ്റുഭാഗമുള്ള ഈ മലനിരകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. പുറത്ത് നല്ല തണുപ്പുണ്ട്. ഇവിടെ വണ്ടി നിർത്താൻ അങ്ങനെ കാണാൻ വേണ്ടി വണ്ടി നിർത്താനുള്ള സൗകര്യങ്ങളൊന്നും അങ്ങനെയല്ല. പിന്നെ നമ്മൾ ഈ കാണുന്ന കാഴ്ച എന്തായാലും ഇത് കണ്ടിട്ടല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനുള്ള സ്ഥലത്തൊക്കെ ചെറിയ സ്ഥലങ്ങളിൽ വണ്ടി നിർത്താൻ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നിർത്തിയിട്ട് നമ്മളിങ്ങനെ ഈ കാഴ്ചകൾ കണ്ടിങ്ങനെ പോവാണ്. അടിപൊളിയായിട്ടോ കാഴ്ചകൾ ഏതായാലും. പിന്നെ ഈ റൂട്ടിൽ മൃഗങ്ങൾ എന്നല്ല, ആന ഉള്ള ചാൻസ്, അതായത് ആനപ്പിണ്ടി ഇടയ്ക്കിടയ്ക്ക് റൂട്ടിലൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ ഒരു കരിങ്കുരങ്ങനെ ഒന്ന് കണ്ടു ഒരു സൈഡിൽ. അങ്ങനെ ചില മൃഗങ്ങളെ അറിയില്ല. പിന്നെ കുരങ്ങുകളുണ്ട്. നമ്മളൊരു ഊട്ടി യാത്രയൊക്കെ മാറിയില്ലേ, റോഡ് വലിയ വീതിയുള്ള റോഡൊന്നല്ല, ചെറിയ റോഡാണ്. അതെ, നല്ല തണുപ്പുണ്ട്. ഒരു ഊട്ടി ട്രിപ്പ്, വയനാട് ട്രിപ്പൊക്കെ പോകുന്ന പോലെ ഇങ്ങനെ തോന്നും. ചുരം പോലെ അല്ലെങ്കിലും ഇഷ്ടംപോലെ ടേണിങ്, വളവും തിരിവുകളൊക്കെ ആയിട്ട് ചെറിയ വീതി കുറഞ്ഞ റോഡാണ്. ഇത് ഈ യാത്രക്കിടയിൽ ഒരു ബെസ്റ്റ് വ്യൂ പോയിൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ഇവിടെ വ്യൂ പോയിൻ്റ്, ഒരു പുറത്തേക്ക് ഇട്ടുണ്ടാക്കുന്ന ഒരു വ്യൂ പോയിൻ്റ് കാണുന്നുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ചുറ്റുള്ള കാഴ്ചകൾ കണ്ടില്ലേ. വ്യൂ പോയിന്റ്, അടിപൊളി വ്യൂ പോയിന്റ്. എന്താണ് അപ്പുറം കാഴ്ച എന്ന് വെച്ചാൽ ഇതുണ്ടല്ലേ, വെറും കാടും മലകളും. അതുതന്നെ കാഴ്ച, നല്ല തണുപ്പും. ഇതിവിടെ നെല്ലിയാമ്പതി, ഇവിടെ മുകളിലെത്തിക്കഴിഞ്ഞാൽ കാണുന്നൊരു ഓറഞ്ച് ഒരു തോട്ടാണിത്. പക്ഷേ ഇത് ഞായറാഴ്ച ഓപ്പൺ അല്ല. അപ്പോൾ നമുക്കിതിൽ ഉള്ളിൽ കയറി കാഴ്ചകൾ കാണാൻ പറ്റില്ല.
നമ്മളവിടുന്ന് ആ ഓറഞ്ച് ഫാമിൻ്റെ അവിടുന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് മുമ്പോട്ട് പോന്നിട്ടാണ് ഇനിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് നെല്ലിയാമ്പതി വ്യൂ പോയിൻ്റ്. കുറച്ചും കൂടി ഈ റോഡിന് അങ്ങനെ കുറച്ച് പോകണം. പിന്നെ അവിടുന്ന് അവിടെ ജംഗ്ഷനിൽ നിന്ന് ജീപ്പുകൾ കിട്ടും, ഓഫ് റോഡ് ട്രക്കിങ് ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ പിന്നെ അതല്ലല്ലോ നമ്മൾ ഉദ്ദേശം. അതുകൊണ്ട് പിന്നെ നമ്മളെ വണ്ടിയിൽ തന്നെ ആ വ്യൂ പോയിൻറ്റിലേക്ക് പോവാണ്. യാത്രക്കിടയിലാണത്. വേണ്ട ഇവിടുത്തെ അങ്ങനെ ചെറിയൊരു തടാകന്മാർ കണ്ടപ്പോൾ ഇങ്ങനെ നിർത്തിയതാണ് നമ്മൾ. അടിപൊളിയാട്ടോ, കാഴ്ചകളൊക്കെ അടിപൊളിയാട്ടോ. ഇതും ആ വ്യൂ പോയിൻ്റിക്ക് പോകുന്നതിന് മുമ്പുള്ള ഇടയിലുള്ളൊരു കാഴ്ചയാണ്. നമ്മൾ വയനാടൊക്കെ എത്തിയ പോലെ അല്ലേ, വയനാടും ഊട്ടിയിലേക്ക് പോകുന്ന പോലെ തേയിലത്തോട്ടം. അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്, കണ്ടല്ലേ. ഇത് നമ്മൾ ആ വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്ന വഴിയാണ്, സീതാർകുണ്ട് എസ്റ്റേറ്റ്. ഇതിലൂടെ കയറിയിട്ട് വേണം ആ വ്യൂ പോയിൻറ്റിലെത്താൻ. ഇവിടെ വണ്ടിയുടെ നമ്പറും ഒരു മൊബൈൽ നമ്പറും കൊടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് എൻട്രി ചെയ്യാം. ഇവിടെ ഇപ്പോൾ എൻട്രി ഫീസൊന്നുമില്ല. ഇനി മുകളിൽ വേറെ എന്തെങ്കിലും എൻട്രി ഫീസോ കാര്യങ്ങളുണ്ടോ എന്ന് അറിയില്ല. നമുക്ക് ഏതായാലും മുകൾക്ക് പോയി നോക്കിയിട്ട് അവിടുന്ന് പറയാൻ ഞാനാണ്. വ്യൂ പോയിന്റിലെത്തി. ഇത് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയാണ്. വിശാലമായ പാർക്കിംഗ്, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അപ്പോൾ ഇനി ഇതിലൂടെ കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് വേണം വ്യൂ പോയിന്റിലെത്താൻ. ഇതേ അപ്പോൾ വ്യൂ പോയിന്റിലേക്കുള്ള വഴിയിൽ ഇതേ പോയിക്കൊണ്ടിരിക്കണം നമ്മൾ. പിന്നെ ഈ വ്യൂ പോയിൻ്റ് പേര് സീതാർകുണ്ട് വ്യൂ പോയിൻ്റ്. സീതാർകുണ്ട് വ്യൂ പോയിൻ്റാണ് ഇതിൻ്റെ പേര്.
സീതാർകുണ്ട് വ്യൂ പോയിൻ്റ്. ഒരു സുരക്ഷാഭിത്തി പോലും ഇല്ല. അവിടുന്ന് തുടങ്ങിയിട്ട് കുറച്ചും കൂടി താഴേക്കൊക്കെ പോകാനുണ്ട്. അവിടെയൊക്കെ ആൾക്കാരുണ്ട്. പക്ഷേ ഒരു സുരക്ഷാഭിത്തി പോലും ഒന്നുമില്ല. ഒരു മതിലോ കമ്പിവേലിയോ ഒന്നുമില്ല. സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും, 8ൻ്റെ പണി. നമ്മൾ നടന്നത് ആ വ്യൂ പോയിൻറ്റിൻ്റെ ഒരു അറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കണേ. അവിടെ ചെന്നിട്ട് ഇനി എന്താണെന്ന് അറിയില്ല. ഏതായാലും ഈ കാഴ്ചകളൊക്കെ തന്നെ ആവും. അപ്പോൾ നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിൻ്റൊക്കെ കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിലെത്തി. പിന്നെ ഇവിടെ ഈ വ്യൂ പോയിൻറ്റിൽ വരുമ്പോൾ വേറെ വലിയ എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. 20 രൂപ, അതായത് കാറിന് 20 രൂപയാണ് നമ്മൾ ആകെ എൻട്രി ഫീ ആയിട്ട് കൊടുത്തത്. അല്ലാതെ ആളെണ്ണം ഇത്ര രൂപ അങ്ങനെ ഫീ ഒന്നുമില്ല. ഇനി പോത്തുണ്ടി ഡാമല്ലേ പോലെ ഞങ്ങൾ പഴം വാങ്ങിയത്, അത് കഴിച്ചുകൊണ്ട് നിൽക്കണം. ഇനി തിരിച്ച് പോക്ക്. അപ്പോൾ ഇനി ചെന്നിട്ട് പോക്കിൽ പോത്തുണ്ടി ഡാം നമ്മൾ രാവിലെ വരുമ്പോൾ ഓപ്പൺ ആയിട്ടില്ലല്ലോ. ഇനി തിരിച്ച് പോകുമ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കാശും കൂടി ഇതിൽ ഉൾപ്പെടും.